നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അവയിലേക്ക് എത്തിച്ചേരുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറും. പണ്ടൊരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ സൈമൺ എന്നു പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും അവൻ പുതിയ എന്തെങ്കിലും കാര്യം തുടങ്ങുമായിരുന്നു. ഒരു ദിവസം അവനൊരു കട തുടങ്ങാൻ ആഗ്രഹിച്ചു. അടുത്ത ആഴ്ച അവൻ മൺപാത്ര നിർമ്മാണം പഠിക്കാൻ പദ്ധതിയിട്ടു. പിന്നീട് അവനൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. എന്നാൽ സൈമണിനൊരു വിചിത്രമായ ശീലമുണ്ടായിരുന്നു. ഏതൊരു കാര്യം തുടങ്ങുന്നതിനു മുൻപും അവൻ തന്റെ പദ്ധതികളെക്കുറിച്ച് ഗ്രാമത്തിലെ എല്ലാവരോടും പറയുമായിരുന്നു. അവൻ ചന്തയിലൂടെ നടന്ന് ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, "ഞാൻ ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ കട തുടങ്ങും." ആളുകൾ കൈയടിച്ചു. അവർ പുഞ്ചിരിച്ചു. അവർ ദയവുള്ള വാക്കുകൾ പറഞ്ഞു. സൈമണിന് അഭിമാനം തോന്നി. താനൊരു പ്രധാനപ്പെട്ട ആളാണെന്ന് അവന് തോന്നി. അന്ന് രാത്രി അവൻ നന്നായി ഉറങ്ങി. എന്നാൽ അടുത്ത ദിവസം രാവിലെ ജോലി തുടങ്ങേണ്ട സമയം വന്നപ്പോൾ അവന് വലിയ ക്ഷീണം തോന്നി. ആ ആവേശം മുഴുവൻ ചോർന്നുപോയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ആ കട ഒരിക്കലും തുറന്നില്ല. പിന്നീട് സൈമൺ മൺപാത്ര നിർമ്മാണം പഠിക്കാൻ തീരുമാനിച്ചു. വീണ്ടും അവൻ ഗ്രാമചതുരത്തിൽ ആളുകളെ കൂട്ടിവരുത്തി. തന്റെ പുതിയ സ്വപ്നത്തെക്കുറിച്ച് അവൻ ഉറക്കെ സംസാരിച്ചു. "ഞാൻ ഏറ്റവും മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും എന്നിൽ നിന്നത് വാങ്ങും." ആളുകൾ അവനെ പുകഴ്ത്തി. അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. സൈമണിന് വളരെ സന്തോഷം തോന്നി. പക്ഷെ വീണ്ടും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ അതിലുള്ള താൽപര്യം നഷ്ടപ്പെട്ടു. അവൻ കളിമണ്ണിൽ തൊട്ടുപോലുമില്ല. ഈ രീതി വർഷങ്ങളോളം തുടർന്നു. സൈമൺ തന്റെ എല്ലാ സ്വപ്നങ്ങളും മുൻകൂട്ടി പ്രഖ്യാപിച്ചു. ആളുകൾ അവന്റെ വാക്കുകൾ ആഘോഷിച്ചു. പക്ഷെ അവന്റെ കൈകൾ അപ്പോഴും ശൂന്യമായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അവന് നാണക്കേട് തോന്നി. താൻ എന്തുകൊണ്ടാണ് എപ്പോഴും പരാജയപ്പെടുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവന്റെ ഹൃദയം ഭാരമുള്ളതായി മാറി. താൻ ഒരിടത്ത് കുടുങ്ങിപ്പോയതുപോലെ അവന് തോന്നി. ഒരു വൈകുന്നേരം സൈമൺ പഴയ കിണറ്റിനരികിൽ തനിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ഒരു മുതിർന്ന വ്യക്തി അവന്റെ അരികിലേക്ക് വന്നു. ശാന്തനും വിനയിതനുമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അധികം സംസാരിക്കാറില്ലായിരുന്നു. അദ്ദേഹം സൈമണിന്റെ അരികിലിരുന്ന് ശാന്തമായി ചോദിച്ചു, "മകനെ, നീ എന്താണ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത്?" സൈമൺ നെടുവീർപ്പിട്ട് പറഞ്ഞു, "എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യവും പൂർത്തിയാക്കാറില്ല. എന്നിൽ എന്താണ് തെറ്റെന്ന് എനിക്കറിയില്ല." ആ മുതിർന്ന മനുഷ്യൻ പതുക്കെ തലയാട്ടി. "എന്നോട് പറയൂ, നിനക്കൊരു പുതിയ ആശയം തോന്നുമ്പോൾ നീ എന്താണ് ചെയ്യാറുള്ളത്?" സൈമൺ വേഗത്തിൽ മറുപടി നൽകി, "ഞാനത് എല്ലാവരോടും പറയും. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എന്നെക്കുറിച്ച് അഭിമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു." ആ മുതിർന്ന മനുഷ്യൻ പതുക്കെ പുഞ്ചിരിച്ചു. "നാളെ രാവിലെ നീ എന്റെ കൂടെ വരൂ. എനിക്ക് നിനക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്." അടുത്ത ദിവസം സൈമൺ ആ മുതിർന്ന മനുഷ്യനെ അദ്ദേഹത്തിന്റെ ചെറിയ തോട്ടത്തിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വിത്തുകളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിത്ത് സൈമണിന് നൽകി. "ഈ വിത്ത് മണ്ണിൽ നടുക," അദ്ദേഹം പറഞ്ഞു. സൈമൺ ഒരു ചെറിയ കുഴിയെടുത്ത് വിത്ത് അതിനുള്ളിൽ വെച്ചു. അവനത് മണ്ണുകൊണ്ട് മൂടി. തുടർന്ന് ആ മുതിർന്ന മനുഷ്യൻ 2ാമത്തെ വിത്തെടുത്ത്, പക്ഷെ അത് നടുന്നതിനു പകരം അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചു. അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന കുറച്ചു കുട്ടികളെ അദ്ദേഹം വിളിച്ചു. "എല്ലാവരും നോക്കൂ, എന്റെ കയ്യിലൊരു വിത്തുണ്ട്. അധികം വൈകാതെ ഇതൊരു മനോഹരമായ മരമായി മാറും. ഇതെത്ര അത്ഭുതകരമായിരിക്കുമെന്ന് നിങ്ങൾ നോക്കൂ." കുട്ടികൾ കൈയടിച്ചു. അവർ പുഞ്ചിരിച്ചു. ആ മുതിർന്ന മനുഷ്യൻ ആ വിത്തൊരു പാറപ്പുറത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോയി. ദിവസങ്ങൾ കടന്നുപോയി. മണ്ണിൽ കുഴിച്ചിട്ട വിത്തിന് ആ മുതിർന്ന മനുഷ്യൻ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സൈമൺ പലപ്പോഴും ആ തോട്ടം സന്ദർശിച്ചാറുണ്ടായിരുന്നു. പതിക്കെ ഒരു ചെറിയ മുള പ്രത്യക്ഷമായി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അത് വളർന്നു. ആ മുതിർന്ന മനുഷ്യൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നിശബ്ദനായി അതിന് വെള്ളമൊഴിച്ചു. അതേസമയം പാറപ്പുറത്തിരുന്ന വിത്ത് ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെയിരുന്നു. അത് വെയിലത്തുണങ്ങിപ്പോയി. പക്ഷികൾ അതിന്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി. അതൊരിക്കലും വളർന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് ശേഷം സൈമൺ മണ്ണിൽ ശക്തമായി നിൽക്കുന്ന ഒരു ചെറിയ ചെടി കണ്ടു. മറ്റേ വിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ആ മുതിർന്ന മനുഷ്യൻ അവന്റെ അരികിൽ നിന്ന് ശാന്തമായി സംസാരിച്ചു. "സൈമൺ, ഒരു വിത്തിന് വളരാൻ നിശബ്ദത ആവശ്യമാണ്. അതിന് ഇരുട്ട് വേണം. അത് ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കേണ്ടതുണ്ട്. നീ അത് തുറന്ന സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ഉണങ്ങിപ്പോകും. അത് മോഷ്ടിക്കപ്പെടും. അതൊരിക്കലും ഒരു മരമായി മാറില്ല." സൈമൺ ആ ചെറിയ ചെടിയെ തന്നെ നോക്കി നിന്നു. അവന്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. ആ മുതിർന്ന മനുഷ്യൻ തുടർന്നു, "നിന്റെ സ്വപ്നങ്ങൾ വളരെ നേരത്തെ തന്നെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിനക്ക് അഭിമാനം തോന്നും. നീ ആ ജോലി ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞതുപോലെ നിനക്ക് തോന്നും. ആളുകളുടെ പുകഴ്ച നിനക്ക് സന്തോഷം തരുന്നു. ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് നിന്റെ മനസ്സ് ചിന്തിക്കുന്നു. അതുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ആവേശം നിന്റെ ഹൃദയം നഷ്ടപ്പെടുന്നു.
പ്രവൃത്തിക്കായി നിനക്ക് ആവശ്യമുള്ള ഊർജം വാക്കുകളിൽ പാഴായി പോകുന്നു. സൈമണിന്റെ മുഖം ചുവന്നു തൊടുത്തു. അവൻ കൃത്യമായി ഇതുതന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെ തവണ പദ്ധതി പ്രഖ്യാപിച്ചോ അത്രയും തവണ അവൻ വിജയിച്ചതായി അവന് തോന്നിയിരുന്നു. പക്ഷെ അവൻ ഒരിക്കലും യഥാർത്ഥത്തിൽ ജോലി ചെയ്തിരുന്നില്ല. ആ പുകഴ്ച മാത്രം മതിയായിരുന്നു, ആ കയ്യടി മാത്രം മതിയായിരുന്നു. അവനിക്ക് എല്ലാം കഴിഞ്ഞതുപോലെ തോന്നിയതുകൊണ്ട് ഒരു കാര്യവും പൂർത്തിയാക്കേണ്ട ആവശ്യം അവന് തോന്നിയില്ല. ആ മുതിർന്ന മനുഷ്യൻ സൈമണിന്റെ തോളിൽ കൈവച്ചു. സ്വപ്നങ്ങൾ തുടക്കത്തിൽ വളരെ ദുർബലമാണ്. അവയ്ക്ക് സംരക്ഷണം ആവശ്യമാണ്. അവയെ രഹസ്യമായി സൂക്ഷിക്കുക. നിന്റെ അധ്വാനമാകുന്ന ഇരുണ്ട മണ്ണിൽ അവ വളരട്ടെ. മരം ശക്തമാകുമ്പോൾ എല്ലാവരും അത് കാണും. നീ അത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. സൈമൺ ആ മുതിർന്ന മനുഷ്യനോട് നന്ദി പറഞ്ഞു. അവൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു. അവന്റെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞു. അന്ന് രാത്രി അവൻ ഒരു തീരുമാനമെടുത്തു. അവൻ പുതിയൊരു കാര്യം പരീക്ഷിക്കും. പക്ഷെ ഇത്തവണ അവൻ ആരോടും പറയില്ല. അവനൊരു ലളിതമായ ലക്ഷ്യം തിരഞ്ഞെടുത്തു. ഒരു മരക്കസേര ഉണ്ടാക്കുക. അവനത് പ്രഖ്യാപിച്ചില്ല. അവൻ ആളുകളെ കൂട്ടിവരുത്തിയില്ല. അവൻ ജോലി തുടങ്ങി. എല്ലാ ദിവസവും തന്റെ പതിവ് ജോലികൾക്ക് ശേഷം അവനൊരു ശാന്തമായ കോണിലിരുന്ന് തടികൊണ്ട് ജോലി ചെയ്തു. ചില ദിവസങ്ങളിൽ അവന് വലിയ ആവേശമുണ്ടായിരുന്നു. മറ്റു ചില ദിവസങ്ങളിൽ അവന് ക്ഷീണം തോന്നി. പക്ഷെ ആരും അറിയാത്തതുകൊണ്ട് ആരും ഒന്നും പ്രതീക്ഷിച്ചുമില്ല. അവന് യാതൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. അവന്റെ കൈകളും ആ തടിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. കസേരയ്ക്കൊരു രൂപം വരാൻ തുടങ്ങി. സൈമണിന് തെറ്റുകൾ സംഭവിച്ചു. അവനവ തിരുത്തി. അവൻ പതിച്ചു. പതുക്കെ ആ കസേര ശക്തവും മിനുസമായതും മാറി. അത് പൂർത്തിയായപ്പോൾ സൈമൺ അതിലിരുന്നു. മുൻപൊരിക്കലും തോന്നാത്ത ഒരു കാര്യം അവന് തോന്നി. യഥാർത്ഥ അഭിമാനം. വാക്കുകളിൽ നിന്ന് വരുന്ന അഭിമാനമല്ല, പ്രവർത്തിച്ചതിൽ നിന്ന് വരുന്ന സംതൃപ്തി. ഒരു ദിവസം രാവിലെ അയൽവാസി സൈമണിന്റെ വീടിന് പുറത്ത് ആ കസേര കണ്ടു. സൈമൺ, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. നീ എപ്പോഴാണിത് ഉണ്ടാക്കിയത്? സൈമൺ പതുക്കെ പുഞ്ചിരിച്ചു. ഞാൻ ഇതിൽ ജോലി ചെയ്യുകയായിരുന്നു. അയൽവാസി അത്ഭുതപ്പെട്ടു. നീ ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞില്ലല്ലോ? സൈമൺ തലയാട്ടി. എനിക്കിത് ആദ്യം പൂർത്തിയാക്കണമായിരുന്നു. ആ വാർത്ത പതുക്കെ പരന്നു. ആളുകൾ ആ കസേര കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും സൈമൺ തന്റെ അടുത്ത പ്രോജക്റ്റ് ആരംഭിച്ചിരുന്നു. ഇത്തവണ ഒരു ചെറിയ മേശയുണ്ടാക്കാനായിരുന്നു അവൻ പദ്ധതിയിട്ടത്. വീണ്ടും അവൻ ആരോടും പറഞ്ഞില്ല. അവൻ നിശബ്ദനായി ജോലി ചെയ്തു. ആഴ്ചകൾ കടന്നുപോയി. മേശ പൂർത്തിയായി. പിന്നീടൊരു അലമാര, പിന്നീടൊരു ചെറിയ സ്റ്റൂള്. വർഷങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിൽ സൈമൺ ഒരു മികച്ച ആശാരി എന്നറിയപ്പെട്ടു. പക്ഷെ അവൻ ഒരിക്കലും തന്റെ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല. ജോലി പൂർത്തിയായതിനു ശേഷം മാത്രമേ അവനത് കാണിച്ചിരുന്നുള്ളൂ. ആളുകൾ അവനെ കൂടുതൽ ബഹുമാനിച്ചു. കാരണം അവന്റെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ അവന്റെ പ്രവൃത്തികൾ സംസാരിച്ചു. സൈമണിന്റെ ജീവിതം പൂർണ്ണമായും മാറി. ജോലി തുടങ്ങുന്നതിന് മുൻപ് അവൻ ഇനി പുകഴ്ചകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. പൊള്ളയായ അഭിമാനത്തിന്റെ ആവേശം അവന് തോന്നിയില്ല. അവൻ അതിനേക്കാൾ ആഴത്തിലുള്ള ഒന്ന് കണ്ടെത്തി. ഒരു യഥാർത്ഥ കാര്യം നിർമ്മിക്കുന്നതിലൂടെ ലഭിക്കുന്ന ശാന്തമായ സംതൃപ്തി. ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചതിനു ശേഷം അത് പിന്തുടരാനുള്ള ഊർജം എത്ര തവണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്? എത്ര സ്വപ്നങ്ങളാണ് നിങ്ങൾ വളരെ നേരത്തെ പങ്കുവച്ചിട്ട് പിന്നീട് അവ ഇല്ലാതാകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നത്? നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ശക്തി ദാനം ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിന് പകരമാകാൻ നിങ്ങൾ അനുവദിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അവയെ സംരക്ഷിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ തയ്യാറാകുമ്പോൾ അവ സംസാരിക്കട്ടെ. നിങ്ങൾ എന്താണ് നിർമ്മിക്കുന്നതെന്ന് ലോകം അറിയേണ്ടതില്ല. നിങ്ങൾ എന്താണ് നിർമ്മിച്ചതെന്ന് മാത്രം അവർ കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത വലിയ ആശയത്തെക്കുറിച്ച് എല്ലാവരോടും പറയാൻ തോന്നുമ്പോൾ ഒന്ന് നിർത്തുക. നിശബ്ദത പാലിക്കുക. ആ വിത്ത് ഇരുട്ടിൽ വളരട്ടെ. മരം ശക്തമാകുമ്പോൾ നിങ്ങൾ ഒരു വാക്കുപോലും പറയാതെ എല്ലാവരും അത് കാണും. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചാൽ ഇത് കേൾക്കേണ്ട ഒരാളുമായി പങ്കുവെക്കുക. ജീവിതത്തെ നമ്മൾ കാണുന്ന രീതി മാറ്റുന്ന ഇത്തരത്തിലുള്ള മറ്റു ചില കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടിരുന്നതിന് നന്ദി.